പ്രജിൻ, നമ്മൾ രാവിലെ മുതൽ നൽകുന്ന വാർത്തയുടെ തുടർ വിവരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. എക്സിക്യൂട്ടീവ് പിരിച്ചു വിട്ടേക്കുമെന്നുള്ള ഒരു വിവരം കൃത്യമായി തന്നെ നമ്മൾ രാവിലെ നൽകിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ രാജി കൂടി അമ്മ സംഘടനയിൽ ഉണ്ടാകുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നിലവിലെ നേതൃത്വത്തിനെതിരെ ഉണ്ടായ കടുത്ത വിമർശനം, കടുത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ ഈ സംഘടനയുടെ തലപ്പത്ത് തനിക്ക് തുടരാനാവില്ല എന്ന മോഹൻലാൽ ചില മുതിർന്ന താരങ്ങളെ അറിയിച്ചിരുന്നു. അത് തനിക്ക് കൂടി അപമാനമാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മോഹൻലാൽ ഔദ്യോഗികമായി തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്ത്, അമ്മയുടെ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഒഴിയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അറിയുന്നത്. അത് നിലവിൽ അമ്മയുടെ നേതൃസ്ഥാനത്തുള്ള മറ്റു താരങ്ങളോട് അദ്ദേഹം പങ്കുവച്ചു. അതിന് പിന്നാലെയാണ് ഒരു തരത്തിലും തിരികെ കയറാനാകാത്ത പ്രതിസന്ധിയിലേക്ക് അമ്മയുടെ നേതൃത്വം വീണത്. അതിന് പിന്നാലെയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ട് ഇനി എന്തു ചെയ്യണം എന്നുള്ള ഒരു ആലോചന നടക്കുന്നത്. ഇനി സംഘടന അതായത് കൂട്ടരാജി എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിലെ എല്ലാ അംഗങ്ങളും തന്നെ ഈ മോഹൻലാലിന്റെ രാജി വിവരം അറിഞ്ഞതിന് പിന്നാലെ സംഘടനയിൽ നിന്ന് പൂർണ്ണമായി പുറത്തു പോകാൻ, ഈ എക്സിക്യൂട്ടീവ് നേതൃത്വത്തിൽ നിന്ന് പുറത്തു പോകാൻ സന്നദ്ധരായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു, എക്സിക്യൂട്ടീവിലെ അധികം ആൾക്കാർ രാജിവെക്കുന്നു, അങ്ങനെയെങ്കിൽ ആ സംഘടനയില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത്. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ ഈ രീതിയിലുള്ള നീക്കങ്ങൾ, മോഹൻലാൽ ഉൾപ്പെടെ രാജിവെക്കുന്നു, മറ്റ് എക്സിക്യൂട്ടീവിലെ മുതിർന്ന അംഗങ്ങൾ രാജിവെക്കുന്നു. ആ രീതിയിൽ ആ സംഘടനാ സംവിധാനം അപ്പാടെ ഇല്ലാതാവുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ആ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ആ സംഘടനയെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളിൽ കാര്യങ്ങൾ പോകുന്നു. ആരും നേതൃനിരയിലുള്ള ആരും ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും കൃത്യമായി തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥ ആ സംഘടനക്കകത്ത് തന്നെ ഉണ്ടാകുന്നു. അശ്വിൻ, അങ്ങനെയെങ്കിൽ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മുഴുവൻ പേര് രാജിവെക്കുന്നു, മോഹൻലാൽ രാജിവെക്കുന്നു, പ്രസിഡന്റ് ഇല്ല, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഉള്ള ആളില്ല. അങ്ങനെയെങ്കിൽ ആ സംഘടനയെ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ അശ്വിൻ? പ്രജിന്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് സ്ഥിരീകരിക്കപ്പെടുന്ന വിവരം വരികയാണ്. മോഹൻലാൽ അടക്കമുള്ള അമ്മയിലെ 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായും രാജിവെച്ചൊഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഏറ്റവും പുതിയ വിവരം. അഡ്ഹോക് കമ്മിറ്റിയായിരിക്കും വരുന്ന 2 മാസത്തേക്ക് ഇനി അമ്മയെ നയിക്കുക. കൈനീട്ടമടക്കമുള്ള അമ്മയുടെ എല്ലാ വർഷവും നടന്നു വരുന്ന ചില പദ്ധതികളുണ്ട്. അത് നടത്താൻ വേണ്ടിയാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയെ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 6 പേരടങ്ങുന്ന പ്രധാന കമ്മിറ്റിയും അതിന് പുറകിൽ 11 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമാണ് അമ്മയ്ക്കുള്ളത്. ആ 17 പേരും അമ്മയിൽ നിന്ന് രാജിവെച്ച്, അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. അതായത് അമ്മയ്ക്ക് ഇനി ഒരു നേതൃനിര ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇനി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളെ ഈ ആരോപണം ഉണ്ടായതിന് പിന്നാലെ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്ന അമ്മ, ഭിന്നതകൾ രൂക്ഷമായിരുന്ന താരസംഘടന ഇന്നിപ്പോൾ ഈ നിമിഷം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ മുകേഷ് അടക്കമുള്ള, അല്ലെങ്കിൽ അമ്മയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയൊക്കെ ന്യായീകരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഈ വാർത്തകൾ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം ആരോപണങ്ങൾ മാത്രമാണെന്ന് പറയുമ്പോഴും ആ ആരോപണങ്ങളിൽ വട്ടം ചുറ്റിയിരുന്ന താരസംഘടനയാണിപ്പോൾ അതിൻ്റെ നേതൃത്വം പൂർണ്ണമായും പിരിച്ചുവിട്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നിമിഷം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ സിദ്ദിഖിനെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സംഭവങ്ങളെല്ലാം തീരും, പ്രതിഷേധമെല്ലാം അവസാനിക്കുമെന്നുള്ളതായിരുന്നു അമ്മ കരുതിയിരുന്നത്. പക്ഷേ അതിന് പിന്നാലെ ബാബുരാജ് അടക്കമുള്ള സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന പല ആളുകൾക്കെതിരെയും ആരോപണങ്ങൾ വരുന്നു. ഒപ്പം താരസംഘടനയിൽ അംഗങ്ങളായിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ, താരസംഘടനയിൽ നിന്നും അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ നിന്നും മന്ത്രിമാരും MLA മാരുമായിരുന്ന ആളുകൾക്കെതിരെ പോലും വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അതിലെല്ലാം അമ്മ എന്ന സംഘടന വലിയ തോതിൽ അപമാനമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ കൂട്ടരാജി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് ഈ സംഘടനയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മുതിർന്ന അംഗങ്ങളും അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. 1994 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. അതിനുശേഷം ഇത്രത്തോളം വലിയ പ്രതിസന്ധി, മുന്നോട്ട് പോക്ക് തന്നെ നിലച്ച രീതിയിലുള്ള ഒരു അവസ്ഥ അമ്മയ്ക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2018 നടിയെ ആക്രമിച്ച കേസിലാണെങ്കിൽ പോലും ദിലീപിനെ പുറത്താക്കിയതോടുകൂടി ഒരു പരിധിവരെയെങ്കിലും ആ സംഘടനയ്ക്ക് പിടിച്ചു നിൽക്കാനായെങ്കിൽ ഈ കാലങ്ങളിലുണ്ടായ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ, സമീപ ദിവസങ്ങളിലുണ്ടായ ആരോപണങ്ങളിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.